അവളെ കെട്ടിച്ചു വിടാൻ നോക്കിയതല്ലേ ഞാൻ. അവിടെ നിന്ന് കിട്ടിയ സ്വർണവും കൊണ്ട് അവൾ ഒളിച്ചോടി. എല്ലാം നശിപ്പിച്ച് കുറെ അപമാനവും ഏറ്റുവാങ്ങി തിരിച്ചു വന്നപ്പോഴും ഞാൻ അവളെ വീട്ടിൽ കയറ്റിയില്ലേ. അതും കഴിഞ്ഞപ്പോ പ്രണവിന്റെ കൂടെ ഒളിച്ചോട്ടമായി. ഒരു കുടുംബത്തെ മുഴുവൻ അവള് ശത്രുക്കളാക്കി മാറ്റി. ഇപ്പതേ അതും ഇങ്ങനെ നശിപ്പിച്ചു. ഞാൻ അവളെ എന്താ മോളെ ചെയ്യേണ്ടത്? ഇതുപോലെ തലതെറിച്ചൊരു മകളുണ്ടായിപ്പോയാ ഒന്നുകിൽ അവളെ മര്യാദ പഠിപ്പിച്ച് വളർത്താൻ കഴിയണം. അതിന് കഴിഞ്ഞില്ലെങ്കിലോ പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു നാടിന് മുഴുവൻ ശാപവും ഭാരവുമായി ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടരുത്. അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. എന്നിട്ടെന്താ, ഒന്നും ഈ ജയിലും. അതിനും പേടിയാണെങ്കിൽ സ്വയം അങ്ങ് ജീവൻ കൊടുക്കണം. എന്തൊക്കെയാ അമ്മാവായി പറയുന്നത്? കൊല്ലാനും ചാവാനും വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പിന്നല്ലാതെ ഞാൻ അവളെ എന്ത് ചെയ്യണം? മോള് പറഞ്ഞതാ. ഒരു കുടുംബത്തിന് മുഴുവൻ പേരുദോഷം ഉണ്ടാക്കി അവളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പോലും എനിക്കാവുന്നില്ല. എങ്കിൽ പിന്നെ ഈ നാട് കൂടി നശിപ്പിക്കും എന്റെ സന്തതി. ഇങ്ങനെ ഒരു ശാപജന്മത്തിനെയാണല്ലോ ഭഗവാനെ ഞാൻ സൃഷ്ടിച്ചത്. അമ്മാവനൊന്ന് സമാധാനപ്പെട്. ഉടനെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. എന്റെ മുന്നിൽ ഒറ്റ വഴിയെ തെളിഞ്ഞു കാണുന്നുള്ളൂ. ഏതെങ്കിലും കടലിൽ കൊണ്ടുപോയി കെട്ടി താഴ്ത്തണം ആ ശാപജന്മത്തിന്. ഇനിയിപ്പോ ഒന്നിന് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. വളർത്തു ദോഷം ആ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കാം അവളുടെ ജീവിതത്തിന്. അമ്മാവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്ന് തോന്നിപ്പോവാ. നീയോ? നീ എന്ത് തെറ്റ് ചെയ്തു? ഒരു കള്ളം കാണിക്കുന്നവളെ കൈയോടെ പിടിക്കുന്നത് തെറ്റാണെന്ന് ഈ ലോകത്താരും പറയില്ല. തെറ്റ് ചെയ്തത് ഞാനാ. ഏറ്റു പറഞ്ഞല്ലോ ഞാനത്. മക്കളെ നേരോടെയും നെറിവോടെയും വളർത്തിയെടുക്കാൻ കഴിവില്ലാതെ പോയ ഞാനൊന്നും മക്കൾക്ക് ജന്മം കൊടുക്കാനേ പാടില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചല്ലേ മതിയാകൂ. ആ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിക്കുന്ന വേദന. കണ്ടില്ലേ, കല്യാണം കഴിച്ചു പോയ വീട്ടിൽ നാടകം കളിച്ച് ചതിച്ചതിന്റെ പേരില് ആ വീട്ടുകാർ ആട്ടി പായിച്ചേക്കുന്നു. ശിക്ഷിക്കപ്പെട്ടത് അവളല്ല, ഞാനാ. ഒന്നും കാണാൻ നിൽക്കാതെ അങ്ങ് ചത്തു കളഞ്ഞാലൊന്ന് ആലോചിക്കാം ഞാനിപ്പോ. അമ്മാവാ, പ്ലീസ് എന്നോട് ഇങ്ങനൊന്നും പറയരുത്. ശിവാനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു ഞാൻ. ഇനിയും അവളുടെ നല്ലതിന് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മാവന്റെ മകളാവള്. മോളി പറഞ്ഞതിന്റെ പേരിലൊന്നുമല്ല, അനന്തരവളായിട്ടുമല്ല ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. മകളായിട്ടാ. ഒരു മകളുടെ മുന്നിൽ വഴിതെറ്റിപ്പോയ മറ്റൊരു മകൾക്ക് വേണ്ടി ഒരച്ഛൻ നടത്തുന്ന ഒരു ഗതികെട്ട യാചനയാ മോളെ ഇത്. ശിവാനിക്ക് വേണ്ടി ഈശ്വരമംഗലത്ത് എന്തെങ്കിലും ഒരു വഴി തുറക്കാൻ പറ്റുമോ മോളെ? കൊല്ലാൻ വയ്യ, ഇറക്കി വിടാനും ആവുന്നില്ല. എന്നാലും സ്വയം ചത്ത് രക്ഷപ്പെടാനും മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ചോദിക്കുക, ഇനിയും പ്രണവ് ശിവാനിയെ സ്വീകരിക്കൂ? അതിന് മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്റെ ഒരുപാട് ദ്രോഹിക്കുകയും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയും ഈശ്വരമംഗലത്ത് എത്തുകയും അവിടെ നിന്ന്
നിന്നെ ആട്ടിപ്പായിക്കാൻ നോക്കുകയും ചെയ്ത ഒരുത്തിക്ക് വേണ്ടിയാണ് അമ്മാവൻ നിന്നോട് ചോദിക്കുന്നത്. നിർബന്ധിക്കുന്നില്ല ഞാൻ. പറ്റുമെങ്കിൽ മാത്രം മോളി അമ്മാവനെ ഒന്ന് സഹായിക്കണം. പറ്റില്ല എന്നാണ് മറുപടിയെങ്കിൽ അത് അമ്മാവന്റെ മുഖത്ത് നോക്കി മോള് പറയണ്ട. അമ്മാവനൊന്നും മോളോട് ചോദിച്ചില്ലാതെ കരുതിയാ മതി. എന്താ മുല്ലപ്പൂവൊക്കെ ആയിട്ട്? പിന്നെ ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ സംസാരിക്കല്ലേ. അതൊക്കെ ഇരിക്കട്ടെ. എന്താ മോന്റെ ഉദ്ദേശം? അയ്യടാ, കൂടുതലങ്ങ് നാണിക്കണ്ട. നോ ചാൻസ്. നോ ചാൻസാ? അതെന്താ ഇപ്പം അങ്ങനെ? അതെ, എന്റെ വയറ്റില് ഇരട്ട കുട്ടികളാ. അപ്പൊ ഇനി കൊറേ മാസങ്ങൾ എന്റെ മോൻ പട്ടിണിയായിരിക്കും കേട്ടോ. ഡോക്ടർ പറഞ്ഞത് അറിയാലോ. കൊറേ മാസങ്ങളാ? അതൊന്നും പറ്റത്തില്ല. അതെ, നടക്കുമ്പോ പോലും വളരെ സൂക്ഷിച്ച് നടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അറിയാലോ. മക്കളെ, രണ്ടുപേരും സുഖമായിട്ട് അമ്മയുടെ വയറ്റിരുന്നു. അച്ഛൻ ഒരു ഉപദ്രവത്തിനും വരത്തില്ല. അമ്മയ്ക്ക് മുല്ലപ്പൂ ചൂടി കൊടുക്കട്ടെ അച്ഛൻ.